നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദിക്കും 1000 പുതുവർഷ ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ, പമ്പായം. തിരുവാതിര നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വേഴം 1-ലും 2026 6 മാസം മുതൽ വേഴൻ 2-ലും 2026 10 മാസം മുതൽ 3-ലും 2027 ജനുവരി വരെ വേഴം 3-ൽ നിന്ന് മാറി വീണ്ടും നമുക്ക് 2-ലും വരുന്ന സമയമാണ്. അപ്പോൾ ഈ കൊല്ലം പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറവാണ്. കാരണം വേഴൻ 1 നിൽക്കുന്ന സമയം സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത് എന്നാണ്. സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം കിട്ടും. എത്ര വലിയ രോഗിയായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളാണെങ്കിലും രോഗ ദുരിതങ്ങൾ മാറി നല്ല ആരോഗ്യം ഐശ്വര്യമൊക്കെ കിട്ടും, സുഖസ്ഥിതി കിട്ടും, ജയ എല്ലാ കാര്യങ്ങൾക്കും ജയം കിട്ടും. മുടങ്ങിക്കിടക്കുന്ന പല പരിപാടികളും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. ആരോഗ്യ അർത്ഥ സമ്പത്ത്, രോഗമൊക്കെ മാറും. വലിയ സർജറിയൊക്കെ വേണമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടുണ്ട്, ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങൾ രോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ച് പോയാൽ കുഴപ്പം വരും, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. അതുകൊണ്ട് ഇല്ലാത്ത രോഗം കണ്ടെത്തി ചികിത്സിച്ചേ അടങ്ങുള്ളൂ തോന്നണമെങ്കിൽ രോഗമൊന്നുമില്ലെന്ന് ആശുപത്രിക്കാർ കൂടി രോഗിയാണെന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് ചുമ്മാ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട, മരുന്നും മന്ത്രവും നമുക്ക് വേണം. അർത്ഥസമ്പത്ത്, പൈസയൊക്കെ കിട്ടും. നിങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ കിടക്കുന്ന പൈസ, ജോലിയിലുള്ള പൈസ, പ്രവർത്തന രംഗങ്ങളിലുള്ള നേട്ടങ്ങൾ, പ്രമോഷൻ, സാലറി, മെച്ചം, നമ്മുടെ അധ്വാന ഗുണങ്ങൾ, നേട്ടങ്ങൾ, ലാഭങ്ങളൊക്കെ കിട്ടും. ഈ കീർത്തിച്ചാൽ നിങ്ങളെ പരിച്ച് ദുഷിച്ച ആൾക്കാരും നിങ്ങളെ പ്രശംസിക്കുകയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വസ്തുക്കൾ, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, സമ്പത്ത്, സൗഭാഗ്യം, ഐശ്വര്യമൊക്കെ കിട്ടും. വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്തവർ പഞ്ചായത്തിലെങ്കിലും എഴുതി കൊടുക്കണം. കാരണം ഒരു പൈസ ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ വീട് കിട്ടുമെന്ന് ചോദിക്കും. ഇതാണ് കഥ. അപ്പം നല്ലത് വരും. ജാതകത്തിൽ ചില ആൾക്കാർക്ക് ഒരു കാലത്തും വലിയ പുരോഗതി കിട്ടണില്ല. ജീവിതകാലം മൊത്തവും അധ്വാനവും പരിശ്രമവും നടത്തി ജീവിക്കാൻ ശ്രമിച്ചാലും കിട്ടൂല. അത് ജാതകത്തിൽ വല്ല ഗ്രഹപ്പിഴകളോ ഭാഗ്യക്കുറവുകളോ ഈശ്വരകോപമോ പിതൃകോപമോ ഒക്കെ ഉള്ളവർക്കാണ്. അത് എന്താണെന്നുള്ളത് നോക്കിക്കണ്ട് പരിഹാരം ചെയ്താൽ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. പിന്നെ വേഴൻ നമുക്ക് 1-ൽ നിന്ന് മാറി 6 മാസം മുതൽ 2-ലാണ് വരുന്നത്. 12 വർഷത്തിലൊരിക്കൽ വേഴൻ 2 വരും. കാരണം ഒരു രാശി ഒരു കൊല്ലം വെച്ച് 12 രാശി വേഴഗ്രഹം ചുറ്റിക്കറങ്ങി വരുന്ന കാലഘട്ടത്തെയാണ് ഒരു വേഴവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വേഴൻ 2 വരുമ്പോൾ സൗമ്യ വിത്തകതെ പുരാർജിതധന നാമേവ മൃത്യുർഭവ പ്രാപ്താപ്തന് പരണീയ രഞ്ജന സുഖം പ്രത്യേകതയായാൽ ഫലോടാണ്. സൗമ്യഗ്രഹങ്ങൾ 2 നീക്കുമ്പോൾ പുരാർജിതനും പൂർവ്വ സ്വത്തുവകകളും നാമം വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിലും അഭിവൃദ്ധിപ്പെട്ടു വരും. നമുക്ക് ചെറിയ പ്രവൃത്തിയിൽ നിന്ന് വലിയ പ്രവൃത്തി നേട്ടങ്ങളാക്കുവാണ്. പ്രാപ്തിയാപ്തി, നമ്മളൊക്കെ കാര്യം വിചാരിച്ചാൽ നടക്കും, കാര്യപ്രാപ്തി ഉണ്ടാവും. അത് പാത്രാപ്തി, വീട്ടിലെ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാൻ, പാത്രങ്ങൾ, സ്വർണ്ണങ്ങളൊക്കെ ലഭിക്കാനും വാങ്ങിക്കാനും, ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാനും, വൃക്ഷേതിയായാലും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരാനും ഒക്കെ യോഗമുള്ള സമയമാണ് ഈ വേഴൻ 2 നിൽക്കുന്ന സമയം. അതുകൊണ്ട് നമുക്ക് വേഴൻ എന്ന് പറഞ്ഞ ഗ്രഹം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധികാരകമാണ്. ഇവിടെ ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനത്തിനും അഭിവൃദ്ധിക്കും പുരോഗതി ഉണ്ടാകും. പിന്നെ ഈശ്വരകാരകനാണ് വേഴൻ. ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കും. ഇത്രയും കാലം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പുണ്യവും കിട്ടിയില്ലെന്ന് വിചാരിക്കരുത്. തിരുവാതിര നക്ഷത്രം, തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രക്കാർ വലിയ ഭക്തന്മാരും ശ്രദ്ധന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാ ദൈവങ്ങളടുത്തും പോയി പ്രാർത്ഥിക്കുകയും പൂജാരി, ജ്യോത്സ്യന്മാർ, മന്ത്രവാദിമാർ, രാഷ്ട്രീയക്കാർ, കലാകാരന്മാർ ഒക്കെയാണ്. അപ്പോൾ എല്ലാ കഴിവുകളുള്ളവരാണ്. പക്ഷെ അവർക്ക് വലിയ മെച്ചം കിട്ടണില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാം ഞാൻ രക്ഷപ്പെട്ട് എന്ന് തോന്നുന്ന തരത്തിൽ നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും കൃത്യയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളോ അധികാരങ്ങളോ അവസരങ്ങളോ നമ്മൾ വേണ്ടാന്ന് ഉപേക്ഷിക്കാതെ പ്രവർത്തിച്ചാൽ
തീർച്ചയായിട്ടും നമുക്ക് നേട്ടങ്ങളും അഭിവൃദ്ധികളും കിട്ടും, നല്ല പുരോഗതിയൊക്കെ കിട്ടും. അപ്പോൾ ഈ വേഴൻ നമുക്ക് 2026 10-ാം മാസം കഴിഞ്ഞ് നമുക്ക് 3-ലേക്ക് വരും. അപ്പോൾ ആ സമയം കുറച്ച് കലവും വിരോധമൊക്കെ ഉള്ളത് കൊണ്ട് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രുമാരുടെ പൂജയൊക്കെ ചെയ്യണം. എങ്കിലും ഈ വർഷം നമുക്ക് തുടക്കവും മധ്യകാലവും നല്ലതാണ്. അവസാനത്തെ ഒരു 10-ാം മാസം മുതൽ ജനുവരി വരെയുള്ള കാലഘട്ടം ഇത്തിരി മോശമായിരിക്കും. അവിടെ വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ എല്ലാം വളരെ സൂക്ഷിക്കുക. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ബിസിനസ് ഇതൊക്കെ ചെയ്യുന്ന ഒരു വർഷാവസാനം എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയമായതുകൊണ്ട് നമുക്ക് നല്ലത് വരും. പക്ഷേ ഈ തിരുവാതിര മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിയുണ്ട്. അതുകൊണ്ട് ഈ പ്രവൃത്തിയിൽ ചെറിയ അലസതയും ശത്രുക്കളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. പ്രവൃത്തി സ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി, കണ്ടകം കൊണ്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടകം എങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിക്കും. പാവേ കർമ്മഗതേതു കർമ്മവിഹതിർ ദുഷ്കീർത്തിരാജ്ഞാക്ഷതുർ ആജ്ഞാലംബനയോർ വിനാശനമവി ഞാനൊരു പോഷണം എന്നാണ്. അപ്പോൾ പാവഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മളെ തൊഴിലിന് ഒരു അഭിവൃദ്ധി കിട്ടണില്ലെന്ന് തോന്നും. ഒരുവിധം പച്ച പിടിച്ച് വരുന്ന തൊഴിൽ പോലും സ്റ്റോപ്പാക്കാമെന്ന് തോന്നി, ഇപ്പോൾ വേണ്ടാന്ന് തോന്നി, കളഞ്ഞിട്ട് വരാമെന്ന് തോന്നി. തിരുവാതിര നക്ഷത്രക്കാർ ചെറിയ കാര്യത്തിനും വലിയ സന്തോഷവും ചെറിയ കാര്യത്തിനും ഭയങ്കര ടെൻഷനും ദേഷ്യമുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്നും വേണ്ടാന്നങ്ങ് തോന്നും. അങ്ങനെയുള്ള ചിന്ത പാടില്ല. ദുഷ്കീർത്തി എന്ന് വെച്ചാൽ പേരുദോഷം കേൾക്കും. കാരണം നമ്മൾ ആരെയും ആശ്രയിക്കാനും ഉപദ്രവിക്കാനും പോവാതെ നമ്മൾ ഒതുങ്ങിക്കൂടും. പക്ഷെ നമ്മൾ സഹായിച്ചിട്ടുള്ളവർ നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമ്മളെ ചുറ്റാൻ ദുഷ്ടനെ പോലെ സംസാരിക്കും. വിനാശന നാശനഷ്ടങ്ങൾ, രോഗങ്ങൾ, പോഷണം എരിയുക, കത്തുക, നശിക്കുകയാണ്. അതുകൊണ്ട് വീട് പണി തടസ്സപ്പെടുകയും അമ്പലപ്പണി തടസ്സപ്പെടുകയും തൊഴിലൊരു മെച്ചമില്ലെന്ന് തോന്നിയേക്കില്ല. അതുകൊണ്ട് കണ്ടകശനിക്ക് ശാസ്താവിനെ ശിവനെയും പറ്റിക്കണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണ്, ദശാകാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ ഗ്രഹപ്പിഴകൾ നമുക്ക് കൂടുതലും ബാധിക്കില്ല. അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാൾ ഇതൊക്കെ നമുക്ക് അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ആ സമയം നമുക്ക് വളരെ നല്ല പൂജകളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും വേണോ ദർശനം നടത്താം. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, അതേപോലെ കുതിരക്കൊക്കെ ബലി, തിരുഹോമം മുതലായ കർമ്മങ്ങൾ, 4 മണിക്ക് യമരാജ പൂജ, സർപ്പപൂജ, പാട്ടും, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളും പൂജകളും ഒക്കെ ഉണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കും. എന്തുകൊണ്ടും നമുക്ക് ഈ വേഴത്തിൻ്റെ മാറ്റം വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉള്ളതാണ്. ജാതകത്തുള്ള ഗ്രഹപ്പടിക്ക് നമ്മൾ പരിഹാരമോ പൂജ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലത് വരും. പ്രത്യേകിച്ച് വേറെ ബുദ്ധിയും പുത്തലും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രന്റെ മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. അപ്പോൾ വേഴനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കണമെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉള്ളപ്പോൾ ഏത് മോട്ടോർ വേണമെങ്കിലും മെഷീനറി വേണമെങ്കിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് പോലെയാണ് ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയം. നമുക്ക് എന്ത് കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ബുദ്ധി വർദ്ധിക്കും. കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധി കിട്ടും. പുത്ര സന്താനങ്ങളും അഭിവൃദ്ധികളൊക്കെ സ്നേഹം എല്ലാവരോടും സ്നേഹം നമുക്കും തോന്നും. നമ്മളോടും കലഹിച്ചിരിക്കണവരും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും. അങ്ങനെ ബുദ്ധിയും ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ കാന്തി, ആരോഗ്യം, സൗന്ദര്യം ഇതൊക്കെ വർദ്ധിക്കും. നമ്മളും ശരീരത്തെയൊക്കെ ശ്രദ്ധിക്കും. രോഗമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഔഷധവും ചികിത്സയൊക്കെ ചെയ്യും. നമുക്ക് കഴിക്കാനും നടക്കാനും പറ്റാത്ത ഒരാളിന് ചാടി ഓടി നടക്കാനുള്ള ആരോഗ്യമൊക്കെ കിട്ടും.
ഗുരുത്വം എന്ന് വെച്ചാൽ ആശ്രമം, അമ്പലം, ഗുരുക്കന്മാർ, മാതാപിതാ, ഗുരു, ദൈവം എല്ലാവരോടും സ്നേഹവും ബഹുമാനമൊക്കെ കിട്ടും. അങ്ങനെ നമ്മളെ കാര്യങ്ങൾ നല്ല രീതിയിൽ വിജയിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മീകപരമായിട്ടും സ്നേഹപരമായിട്ടുമുള്ളൊരു സമീപനം നമ്മൾ കാണിക്കും. അത് നമ്മളെ ജീവിതത്തിൽ പുരോഗതിക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമായി നമ്മൾ മുടങ്ങിക്കിടക്കുന്ന പല പരിപാടികളും സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള പ്രവൃത്തികൾ നമുക്ക് അഭിവൃദ്ധി കിട്ടാനും, അതേപോലെ സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലും കലാമേഖലകളിലും എല്ലാ മേഖലകളിലും നീ പ്രവർത്തിക്കുന്നവർക്കും ഈ വേഴത്തിൻ്റെ മാറ്റവും ഈ കൊല്ലവും വളരെ വിജയകരമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ജാതകത്തിൽ ഗ്രഹപ്പഴയുള്ളവർ ജാതകം പരിശോധിച്ച് നോക്കി ദോഷമുണ്ടെങ്കിൽ, ഏത് ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 പൂജകൾ ചെയ്താൽ നല്ലതാണ്. തടസ്സം മാറാൻ ഗണപതി പൂജ, ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി ഭഗവതി പൂജ, മരണദോഷങ്ങൾ മാറാൻ മൃത്യുഞ്ജയ ഹോമം, ഐശ്വര്യ അഭിവൃദ്ധി കണ്ട് മൃത്യുഞ്ജയ ഹോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ, ഇത്രയും ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലത്തിലും കാലഭൈരവ ക്ഷേത്രത്തിലും ഒക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് ദർശന വഴിപാടുകൾ നടത്തിയ ഒരുപാട് വിനകളുള്ളവർക്കും മാറിക്കിട്ടും. കാരണം ഇപ്പം നല്ല കാലമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടാൻ യോഗമുള്ളത് കൊണ്ടാണ് നമുക്കും സമ്പത്തിനും സന്തതിക്കും ഒക്കെ നല്ലത് വരാൻ യോഗമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.